അനന്തകുമാറിന് തട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന് NGO കോർഡിനേറ്റർമാർ നിരന്തരം പറയുന്നുണ്ടായിരുന്നു. അനന്തകുമാർ രാജിവെക്കുന്ന കാര്യം രഹസ്യമാക്കി വെച്ചുവെന്നും ഇവർ പറയുന്നു. രാജിവെക്കുന്ന കാര്യം NGO കോൺഫെഡറേഷൻ അംഗങ്ങളോട് പറഞ്ഞില്ല. അനന്തകൃഷ്ണൻ കോർഡിനേറ്റർ മാത്രമാണെന്നും NGO കാസർഗോഡ് ജില്ലാ സെക്രട്ടറി മോഹനൻ മാങ്ങാട് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ഏകദേശം 4 NGOകളിലാണ് ഇത്തരത്തിൽ പണയിടപാട് നടന്നിട്ടുള്ളത്. നമ്മുടെ കൂടെ ഇപ്പോൾ കാസർഗോഡ് NGO ജില്ലാ സെക്രട്ടറി നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, എങ്ങനെയായിരുന്നു നിങ്ങളെ അവർ സമീപിച്ചത്? എങ്ങനെയായിരുന്നു? 2002 മെയ് മാസത്തിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ 20 അതിലധികം വർഷം പഴക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ ലിസ്റ്റ് നമ്മളെ നീതി ആയോഗിൻ്റെ കീഴിലുള്ള പോർട്ടലിൽ ലഭ്യമായതിൻ്റെ ഭാഗമായിട്ടാണ് NGO കോൺഫെഡറേഷൻ്റെ നാഷണൽ ചെയർമാൻ അനന്തകുമാറിൻ്റെ നേതൃത്വത്തിൽ KN അനന്തകുമാറിൻ്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ലൈൻ എന്ന എൻ്റെ സന്നദ്ധ സംഘടനയെ സമീപിച്ചത്. നിങ്ങൾക്ക് എന്തായാലും പണമിടമായി ബന്ധപ്പെട്ട ഒരു പരാതികളും ഇല്ല? അതിൽ 2 NGOക്ക് പരാതിയില്ല. ഹെൽത്ത് ലൈനും IDLനും പരാതിയില്ല. പരാതി ഇപ്പോൾ നിലവിൽ കിട്ടാനുള്ളത് അഡീഷണൽ ഇഷ്ടപ്പെട്ട് ബൈക്ക് കിട്ടാനുള്ളത് സെഡ്സ് കാഞ്ഞങ്ങാടിനും മോനാച്ച കാഞ്ഞങ്ങാടിനും പിന്നീട് മൈത്രി മാർപ്പനടുക്ക ബദിയെടുക്കൽ വരുന്ന 2 ഓർഗനൈസേഷനാണ്. ഈ 2 ഓർഗനൈസേഷൻ കൂടി നമ്മളെ അറിവിൽപ്പെട്ടിടത്തോളം 71 ലക്ഷം രൂപയുടെ ബൈക്ക് ഹോണ്ട ആക്റ്റീവ അല്ലെങ്കിൽ ഇരുചക്ര വാഹനവും ലാപ്ടോപ്പും ഈ അവസാന ഘട്ടത്തിലെ പ്രോഗ്രാമിൽ കിട്ടാറുണ്ട്. ഇവരും ഇതുപോലെ തന്നെ NGO അസോസിയേഷൻ വഴിയാണോ? അതെ, ഇതെല്ലാം NGO കോൺഫെഡറേഷൻ്റെ ഭാഗമായ സന്നദ്ധ സംഘടനകളാണ്. ഈ മുഴുവൻ സന്നദ്ധ സംഘടനകളെയും ആദ്യഘട്ടത്തിൽ വിളിച്ച് ഈ സന്നദ്ധ സംഘടന രൂപം കൊടുക്കുകയും ഇത് നാഷണൽ ലെവലിൽ വികസിപ്പിക്കാൻ പ്രേരണ നൽകുകയും ഇതിൻ്റെ ഐഡിയ പറഞ്ഞു തരികയും ഇത് CSR ഫണ്ടോടുകൂടി നടപ്പിലാക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട KN അനന്തകുമാർ സാറാണ്, സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ. അവരുടെ കോർഡിനേറ്റർ മാത്രമാണ് അനന്തകൃഷ്ണനും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും മെയിൻ പരാതി ഈ അനന്തകുമാർ എന്ന വ്യക്തി ഞങ്ങളെ ഈ യോഗത്തിലേക്ക് വിളിക്കുകയും സംഘടനാ സംവിധാനത്തിന് രൂപം കൊടുക്കുകയും ജില്ലയിൽ മുഴുവൻ സംഘടന ഘടകം ഉണ്ടാക്കുകയും ചെയ്തപ്പോഴും അദ്ദേഹം ഇതിൽ നിന്ന് രാജിവെച്ച് പോകുന്ന കാര്യം ഞങ്ങളോട് കമ്മിറ്റിക്കാരോട് ആരോടും പറയാതെ അദ്ദേഹം രഹസ്യമായി രാജിവെച്ച് പോയി. അദ്ദേഹം തിരുവനന്തപുരം പത്രപ്രവർത്തകർക്ക് കൊടുത്ത കരാർ പ്രകാരം അദ്ദേഹം പത്രപ്രവർത്തകരോട് പറഞ്ഞത് ഞങ്ങൾ ഇതിൽ നിന്ന് മാറിയെന്നാണ്. പക്ഷേ ആ വിവരമൊന്നും ഞങ്ങളുടെ സന്നദ്ധ സംഘടന പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ ഞങ്ങളുടെ സന്നദ്ധ സംഘടന അവസാനം വരുന്ന അഡീഷണൽ ലിസ്റ്റുള്ള ഒരു ബുക്കിങ്ങും ഇരുചക്ര വാഹനത്തിൽ എടുക്കുമായിരുന്നില്ല, എന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. എന്തായാലും കാസർഗോഡ് ജില്ലയിലും നിരവധി പേരാണ് ഈ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഏകദേശം 70 ലക്ഷത്തോളം രൂപയാണ് കാസർഗോഡ് ജില്ലയും ഇത്തരത്തിലൊരു തട്ടിപ്പിനായിട്ട് വന്നിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.